കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുന്നിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുന്നിൽ ചെങ്കടൽ രണ്ടാകുന്നു. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 75 സങ്കീർത്തനം 8 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. യഹോവയുടെ കയ്യിൽ ഒരു പാനപാത്രമുണ്ട്, വീഞ്ഞു നുരയ്ക്കുന്നു, അത് മദ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവൻ അതിൽ നിന്ന് പകരുന്നു. ഭൂമിയിലെ സകല ദുഷ്ടന്മാരും അതിൻ്റെ മട്ട് വലിച്ചു കുടിക്കും. ഞാനോ എന്നേക്കും പ്രസ്താവിക്കും. യാക്കോബിന്റെ ദൈവത്തിന് സ്തുതി പാടും. ദുഷ്ടന്മാരുടെ കൊമ്പുകളൊക്കെ ഞാൻ മുറിച്ചു കളയും, നീതിമാന്മാരുടെ കൊമ്പുകളോ ഉയർന്നിരിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നന്മ കണ്ടെത്തുവാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ. ആമേൻ. സ്തോത്രം. ദൈവരാജ്യം ഒരു വലയോട് സദൃശ്യമാക്കി കർത്താവ് നമ്മളെ കേൾപ്പിക്കുമ്പോൾ നല്ലത് ഇരുന്നു കൊണ്ട് പറക്കിയെടുക്കുവാനും ചീത്ത വലിച്ചെറിയാനും കർത്താവ് നമ്മളെ കേൾപ്പിക്കുമ്പോൾ ദൈവരാജ്യത്തിൽ ഇതെല്ലാം ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. നന്മ കണ്ടെത്താൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. എന്നാൽ നമുക്ക് ഒരു നല്ല കാര്യങ്ങൾ കേട്ടാൽ അത് ഉൾക്കൊള്ളാനുള്ള കൃപ നമുക്ക് ലഭിക്കട്ടെ. ഒരു നല്ല കാര്യം കണ്ടാൽ അതും ഹൃദയത്തിൽ ഏറ്റെടുക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദോഷമായി കണ്ടാൽ അതെടുത്ത് കളയാൻ ദൈവം നമ്മളെ ഒരുക്കട്ടെ. ദൈവവചനത്തിലേക്ക് നോക്കിയ ദൈവമക്കളെ, ദുഷ്ടനെ കുറിച്ച് ഉള്ള ഭാഗങ്ങളെ നമ്മളിവിടെ കേൾപ്പിക്കുന്നുണ്ട്. ദുഷ്ടന്മാരുടെ ഹൃദയങ്ങളിൽ നിന്ന് നിരൂപിക്കുന്നത് എന്ത്? അതെല്ലാം ദോഷങ്ങൾ മാത്രം ഒഴുക്കുമ്പോൾ ഒരു നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയോടുള്ള പ്രാർത്ഥന ദൈവം കേൾക്കുമല്ലോ. അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. ദുഷ്ടന്മാർ നിമിത്തം അനുഭവിക്കുന്ന പീഡ സഹിക്കാനാവാതെ വരുമ്പോൾ അവരെ പോലെ അങ്ങോട്ടൊരു വാക്കിട്ട് പറയാതെ, അവരെ പോലെ അങ്ങനെ തന്നെ ചെയ്യാതെ, എന്നെ അറിയുന്നൊരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ച്, എന്നെ ഉള്ളതുപോലെ കാണുന്നൊരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ആമേൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി തീരുവാൻ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശുശ്രൂഷക്കാരായി തീരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കേണ്ടതിന് പ്രാർത്ഥിക്കാം. ഞാനോ എന്നേക്കും പ്രസ്താവിക്കും. യാക്കോബിന്റെ ദൈവത്തിന് സ്തുതി പാടും. ആമേൻ. സ്തുതി പാടുക എന്നൊക്കെ പറഞ്ഞ ദൈവമക്കളെ, അത് ആത്മസന്തോഷം കൊണ്ട് കൊടുക്കുന്ന ഒരു അനുഗ്രഹം തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. അത് ദൈവസന്നിധി കൊടുക്കുന്ന, ദൈവത്തിന് പ്രസാദകരമായിട്ട് കൊടുക്കുന്ന ഒരു സമർപ്പണം തന്നെയാണ്. ആമേ. സ്തോത്രം. ദൈവത്തെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് സ്തുതിക്കുന്നത്? കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. കണ്ണുനീരിൻ്റെ സമയത്തും വിതയ്ക്കാനുള്ള കാലമാണ് നോർത്തുകൊണ്ട് തളർന്നു വീഴാതെ പതറിപ്പോകാതെ ദൈവത്തിൽ ആശ്രയിച്ച് കർത്താവ് ഏൽപ്പിച്ചത് ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പോൾ തീർച്ചയായിട്ടും കൊയ്ത്ത് കാലത്ത് നമുക്ക് സന്തോഷം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ഞാനോ എന്നേക്കും പ്രസ്താവിക്കും. യാക്കോബിന്റെ ദൈവത്തിന് സ്തുതി പാടും. ദുഷ്ടന്മാരുടെ കൊമ്പുകളൊക്കെയും ഞാൻ മുറിച്ചു കളയും, നീതിമാന്മാരുടെ കൊമ്പുകളോ ഉയർന്നിരിക്കും. അതാണ് കർത്താവ് നമ്മളെ കേൾപ്പിച്ച വചനത്തെ ഓർക്കുക. ദുഷ്ടന്മാർക്ക് എന്ത് വരുന്നു എന്ന് നമ്മൾ നോക്കുന്നതിനേക്കാൾ അധികം കർത്താവിൻ്റെ അനുഗ്രഹത്തിന് തടസ്സമായി എന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് തന്നെ നമുക്ക് നോക്കി നമുക്ക് രക്ഷപ്രാപ്താൻ ഇടയാകട്ടെ. നീതിമാന്മാരുടെ കൊമ്പുകളോ ഉയർന്നിരിക്കും. ദൈവമക്കളെ, അത് ഒരിക്കലും താണു പോകത്തില്ല. കാരണം ആ കൊമ്പ് ഉയർത്തിയത് ദൈവമാകുന്നുവെങ്കിൽ ആ കൊമ്പൊടിച്ച് കളയാൻ പറ്റിയൊരാരും ഈ ഭൂമുഖത്തില്ല. ആകയാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ശ്രേഷ്ഠമേറിയ നല്ല സാക്ഷിക്കായി കർത്താവ് നമ്മളെ ഒരുക്കേണ്ടതിന് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവെ, കരുണാസമ്പന്നാന്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങളെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിശ്വാസ ജീവിതത്തിൽ ലോകത്തിലെ ഒരുപാട് പോരാട്ടങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ ശക്തനാക്കുന്ന മുഖാന്തരം സകലത്തിനും മതിയാകണമെന്ന് പറഞ്ഞുകൊണ്ട് ആത്മാവി ബലപ്പെടുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്നെ കർത്താവെ, നീതിമാന്മാരുടെ കൊമ്പുയർത്തുന്ന ദൈവമത്രേ. ഹല്ലേലൂയ. അതൊടിച്ചു മാറ്റാനോ അത് തകർക്കുവാനോ ആർക്കും ആവില്ലല്ലോപ്പാ. ആമേ. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ കർത്താവെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ശ്രേഷ്ഠമേറിയ സാക്ഷികളെ തീരുവാൻ എല്ലാവരെയും ഒരുക്കണമേ. ഞാനോ കുറയണം കർത്താവെ, അങ്ങനെ വളരണമേ എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഈ വിഷയങ്ങളെയൊക്കെ സമർപ്പിക്കുക. കർത്താവെ, അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. അവിടുത്തെ നാമം മഹത്വപ്പെടുത്തുവാൻ കർത്താവെ മനോഹരമായൊരു ഉപകരണമാക്കി നിങ്ങളെ തീർക്കണേ. കർത്താവെ, സങ്കടത്തിലിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്തിനെ ചൊല്ലി സങ്കടപ്പെട്ടിരിക്കുന്നുവോ നിന്റെ മക്കൾ തളർന്നു പോകാതെ ആത്മാവി ബലപ്പെടുവാൻ നിന്റെ മക്കളെ ഒരുക്കണേ കർത്താവെ. ഹല്ലേലൂയ. ദൈവത്തെ രാപ്പകൽ സ്തുതിക്കുവാൻ ദൈവം സഹായിക്കണമേ. പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.